എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം ഞങ്ങളുടെ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിയതിന്. ലൈഫിൽ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ഇത്രയും കാലം ആഗ്രഹം നടന്ന് അത് ജനങ്ങളെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നന്നായി വന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടി. അതിൽ വലിയൊരു സന്തോഷത്തിലാണ്. ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിനൊപ്പം നമുക്ക് ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ കൂടെ നിന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഇനിയും വരാനുള്ള ആളുകൾ ഷൂട്ടിങ്ങിൽ എത്താൻ പറ്റിയില്ലെങ്കിലും ഈ നമ്മളെല്ലാവരും ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള പ്രയത്നമല്ലായിരുന്നു, ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. ഇങ്ങനൊരു ആഗ്രഹം വന്നോളൂ, അല്ലെങ്കിൽ അതിനോട് നല്ല സബ്ജക്റ്റ് കിട്ടി, ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഈ ആദ്യം ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് നന്ദി പറയുന്നു. അബ്ദു മുസാഫിർ ഫിലിപ്സ് ആണ് അദ്ദേഹത്തിന്റെ മുസാഫിർ അബ്ദു എന്ന അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന മൂവിയാണ്. പക്ഷെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ പോലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാളെ ലീഡ് ക്യാരക്ടർ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിനും കൂടെ നിന്നതിനും ഇപ്പോഴും ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിൽക്കുന്നതിനും വലിയ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പിന്നെ ബാക്കി കുറച്ച് സന്തോഷ കാര്യങ്ങൾ പറയാനുണ്ട്, അത് നരേനും കൂടി എത്തിയിട്ട് പറയാം. ഞാൻ എന്തായാലും വിപിന് കൊടുക്കാം. നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും നിൽക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഗുമസ്തൻ ഇറങ്ങിയത്. ഈവൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു പരിധിക്കുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ചിലപ്പോൾ ഞങ്ങളും ആ സിനിമയെ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമാകില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ, കോളുകൾ, മാത്രമല്ല ഉള്ള തിയേറ്ററുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം, എറണാകുളത്ത് എല്ലായിടത്തും ഓർച്ച് എത്തിയിട്ടുണ്ട്. ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളും തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ വലിയ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു പല പല പടങ്ങൾ ഇപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിനാണ് ഇപ്പോ OTT ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം. ഗോളത്തിനുണ്ടായിരുന്നു. എപ്പോഴും നമ്മള് ഞാനിപ്പോ വിശേഷം കണ്ടിട്ട് ഞാൻ OTT കണ്ടിട്ടാണ് ഞാൻ എന്റെ ഡയറക്ടർ വിളിച്ചത്. അപ്പൊ അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. പക്ഷെ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും OTT കണ്ടിട്ട് പറയുന്നതും തമ്മിൽ രണ്ട് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. താങ്ക് യു. കഥാപാത്രം ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന കഥാപാത്രം ഷാജു ചേട്ടന്റെയാണ്. അപ്പൊ ഷാജു ചേട്ടൻ സംസാരിക്കും. വിപിൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നതാണ്. എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രൊമോഷൻ ആണെങ്കിലും സിനിമ കാണുന്നതിനായാലും എല്ലാം ഞങ്ങൾ ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഷൂട്ടിങ്ങിന്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സമയം വരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ ചെയ്ത്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ജെയ്സിന്റെ കാര്യമാണ്. ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ ഞാൻ ഫസ്റ്റ് ജെയ്സുമായിട്ട് ഇരിക്കുന്നു. ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെയൊരു സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ നന്നായിട്ട് വരണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോൾ എന്ന് പറയുന്നത്. അത് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഈ ഗുമസ്തന്റെ പിന്നണിയിൽ നിറഞ്ഞ ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരോട് സ്പേസിൽ പെർഫോം ചെയ്ത ഒരു സിനിമയായിരിക്കുന്നു. അതിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ്. അതിൽ വലിയ സന്തോഷം ഞങ്ങൾ വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടുകൂടി പറയണം. താങ്ക് യു എല്ലാവർക്കും. നന്ദി മാത്രം. വിപിൻ പറഞ്ഞൊരു പോയിന്റിലോട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ വിപിനാണെന്നുണ്ടെങ്കിലും ആദ്യ സിനിമ എടുക്കുന്ന സമയത്ത് ഒരു വലിയ താരനിര തന്നെ വിപിന്റെ കൂടെ ഉണ്ടായിരുന്നു. അമർ പ്രാന്തോണി,
ആന്റണി, അതുപോലെ തന്നെ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക എന്നുള്ള വലിയൊരു താരം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂള്ളൊരു ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഒരു പടം നമ്മൾ തട്ടേക്കേറ്റുമ്പോൾ, പക്ഷെ നമ്മളൊരു വിശേഷമായിക്കോട്ടെ, ഭരതനാട്യമായിക്കോട്ടെ, ഭരതനാട്യം ഷൈജു എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ഒരു പരിധിവരെ മുങ്ങിപ്പോകാനുള്ള കാരണം ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങിയത്. പൊതുവെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് ഒരു വ്യക്തിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കുഞ്ഞു പടം ചെയ്തു, പഴഞ്ചൻ പടയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അവസാനം അതിന്റെ പോസ്റ്റ് ഒട്ടിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ സിനിമ ഞാൻ കണ്ണൂർ സ്കൂളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും, ഇപ്പോ OTT-യിൽ ഏതൊക്കെ ചാനൽ കയറണ്ടോ അവരെല്ലാവരെയും വിളിക്കുക, മെയിലാക്കുക, എന്തായി കണ്ടോ, ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ടിട്ട് വേണം മോളോട്ട് കയറ്റി വിടാൻ. അപ്പൊ മോളോട്ടുള്ളവരെ വിളിക്കുമ്പോൾ താഴെ കണ്ടിട്ടില്ല, താഴെ കണ്ടിട്ട് മോളുള്ളവരെ ഞങ്ങൾ കാണാൻ. അങ്ങനെ തിരിച്ചും തിരിച്ചും പറഞ്ഞില്ലാതെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ എടുക്കുകയും ചെയ്തില്ല. ഇപ്പൊ സെല്ലിൽ പോയി അവസാനം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞൊരു പേപ്പർ വ്യൂ എന്നുള്ള കൺസെപ്റ്റ് ഇട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതും നടന്നില്ല. നല്ല സിനിമയാണ്, നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതും നടന്നില്ല. അവസാനം സൈന പ്ലേയിലാണ്. ആ സൈന പ്ലേയിലെ പടം ഇറങ്ങിയതിനു ശേഷം ഇറങ്ങി വന്ന് മിനിമം ഒരു 10-15 ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വന്ന് ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ഞാൻ സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ അതുവഴി കുറെ മാർക്കറ്റ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കുഞ്ഞു സിനിമ, അത് അമൽ കെ ജോയിയുടെ ബുദ്ധി എന്ന് പറയുന്നത് അവിടെ നിറയെ നെറ്റ്വർക്ക് നമ്മുടെ പടത്തെ പറ്റി അറിയില്ല. നമസ്കാരം. നമസ്കാരമായിരുന്നു. സോറി. സിനിമയിൽ തീർച്ചയായും നമ്മുടെ ലോക്കിയാണോ? നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ജെയ്സ്. ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണത്. ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയത്. ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു, 2-3 ഷോർട്ട്സ് ഇടുമെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞു. പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒന്ന് പ്രോബബ്ലി ഞാൻ ചെറിയൊരു ജസ്റ്റ് 2-3 ഷോർട്ട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻ പ്ലേ കേൾക്കാതെ ചെയ്തൊരു സിനിമയാണ്. കഥ കേട്ടു, കഥ മനോഹരമായി നമ്മൾ പറഞ്ഞു. അതൊരു മനോഹരമായ ഒരു മേക്കിംഗ് ആയിരുന്നു. സോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മെയിൻലി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പലവരും ജെയ്സിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജെയ്സിനെ കുറിച്ച്, ജെയ്സിന്റെ പാസ്റ്റ് അറിയോ? കുറച്ച് പറയണോ? വേണ്ടേ? ജെയ്സിനെ ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സ്. അതിനിടയിലാണ് ജെയ്സിന് സിനിമാ മോഹം ഉള്ളിൽ കയറി വരുന്നത്. ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം വെച്ചാൽ ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്തു. സിനിമാ മോഹത്തിന്റെ പിന്നിൽ, സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ജെയ്സ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. സോ അത് 3 വർഷങ്ങളായി പല പടങ്ങളിലും അഭിനയിച്ചു. ജെയ്സിന്റെ തുടക്കം മുതൽ ഞാനും പല സുഹൃത്തുക്കളും ഞങ്ങൾ വെരി ഹാപ്പി ഫോർ ജെയ്സ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നൗ ദാറ്റ് ഒരു പ്രോജക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ജെയ്സ് തന്നെ ലീഡായിട്ട് ബസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. സോ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ പല ഫ്രണ്ട്സിനും ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ജെയ്സിന്റെ ഞങ്ങൾ 2018 ജെയ്സ് പെർഫോം ചെയ്യുമ്പോൾ പടത്തിന്റെ അവസാനം ഞങ്ങളുടെ സീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജെയ്സിന്റെ ഓരോരോ സ്റ്റെപ്പും സുഹൃത്തുക്കളായ പലരും വളരെ സന്തോഷം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ബസ്സൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. ആൻഡ് മീഡിയയുടെ സപ്പോർട്ടും ഐ കൻ സീ ദാറ്റ്. സോ വെരി ഹാപ്പി ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ആൻഡ് ഇതിൻ്റെ ഓരോ ആക്ടേഴ്സും ഇതിന് ലൈക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു സിനിമയാണ്.
സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. താങ്ക് യു. മുമ്പിൽ വരുന്ന പറഞ്ഞു. അത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഇത്രയും ചാനലുകൾ വന്ന് നമ്മൾ പ്രൊമോഷൻ നടത്തി നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പിൽ വന്നില്ല. അദ്ദേഹം ഇതിനകത്ത് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഒന്നിനും വന്നില്ല. അങ്ങനെ പുള്ളി ആദ്യമായി ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്ന ദിവസമാണ്. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തൻ എന്നൊരു സിനിമ ശരിക്ക് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. കൂട്ടത്തോടെ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടെ ഒരു എന്തായിക്കോട്ടെ, എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൂട്ടത്തോടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വിജയിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഗുമസ്തൻ എന്നൊരു സിനിമ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഈ പടത്തിൻ്റെ റൈറ്റർ. അപ്പം ഞാനും ജയ്സേട്ടനും ഒരേ നാട്ടുകാരാണ്, പാലക്കാടുകാരാണ്. അപ്പം ഞാൻ ഈ കഥ എഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ജയ്സേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ചാരുകസേരയുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ ചെന്നു. അപ്പം ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തി, അമല പറഞ്ഞു ഞങ്ങൾ ജയ്സേട്ടനെ കണ്ടു. അത് അങ്ങനെയല്ല. ഞാൻ ചെന്ന് ഈ കഥ പറയുമ്പോൾ ഇതിനകത്തെ ഷാജുവേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത്. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഇതിൽ ഞാൻ ആ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഗുമസ്തനാക്കുമെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പൊ എന്റെ മനസ്സിൽ യഥാർത്ഥത്തില് സിനിമയിൽ ഇന്ന് വരെ വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരാള് തന്നെ അത് വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, എന്നാ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേട്ടനെ വെച്ച് ആര് ഈ സിനിമ ഡയറക്ട് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം എടുത്തു തോന്നുന്നു അമലിന്റെ കാര്യം എന്നോട് പറയാം. അത് കഴിഞ്ഞ് അമലിന്റെ അടുത്ത് പോയി. അമല് പറഞ്ഞു ജയ്സേട്ടന് ഓക്കെയാണ്, കുഴപ്പമില്ല, അപ്പൊ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. അതിലും ജയ്സേട്ടൻ അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് PR വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ജയ്സേട്ടനാണ്. സത്യം പറയാൻ ഞങ്ങൾക്ക് ടൈറ്റിൽ ജെയ്സൺ ജോസ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം ജയ്സേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബ് ചെയ്തിട്ടില്ലേ, സ്മിനി ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ജയ്സേട്ടൻ. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലിനോടാണ്. അമലൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു പുതിയ മുഖം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സ് ചേർക്കുന്നതിലുണ്ടായിരുന്ന കുറെ മിസ്റ്റേക്സ്, കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റിൽ 100% ഇൻവോൾവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സിനിമയായിട്ട് ഇത് തുടങ്ങി. ദൈവം സഹായിച്ച് നല്ലപോലെ ആൻഡോ ചേട്ടനെ കൊണ്ട് ഒരാളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിനെടുത്തു. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി. അതാണ് ജനങ്ങൾ ഇതുപോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ. ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വിളിച്ചത്. നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ്, ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമത് ട്രൂത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, സമത് ട്രൂത്ത് ആണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിപാടി ഉണ്ട്. ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതായത് നമ്മുടെ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ മെമ്പറായ സമത് ട്രൂപ്പാണ് അത് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ്. അതിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു, നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ് പി ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ലൂസിഫർ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇങ്ങനെ ഒരുപാട് ആവേശം, ഇപ്പോൾ നമ്മുടെ കിഷ്കിന്റെ കാരണം അവർ എടുത്തിരിക്കുന്നത്. അതിനെല്ലാം ശേഷം അവർ നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൂടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ അതെങ്കിൽ സിനിമ കാണുമ്പോൾ അറിയാം, നിർത്തുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യണം. ഡയറക്ടർ പറയും. അതായത് ഈ സിനിമ എത്ര പേര് നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ പടം കാണുമ്പോൾ ടൈലന്റിൽ ഒരു സെക്കൻഡ് പാർട്ട്, ഒരു സീക്വലിനോട് ലീഡ് ഇട്ടിട്ടാണ് പടം നിർത്തുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ പടം ഇങ്ങനെ ചോദിക്കുന്നില്ല, അത് ഉടനെയുണ്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ആ സീക്വലിൽ ശരിക്കും പറഞ്ഞാൽ ടൈലന്റിൽ വന്ന് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടർ നരേന്ദ്രയുടെ ക്യാരക്ടറാണ്.
അപ്പം ഇദ്ദേഹത്തിന്റെ എൻട്രി പ്രസൻസ് പറയാ വരവ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു ഒരു എനർജി തന്നൊരു പരിപാടിയാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന്. അപ്പം നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച് എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇന്നലെയായിട്ട് എന്നോട് പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം. അപ്പൊ അത് ഒഫീഷ്യലി ഉടനെ നമ്മൾ തുടങ്ങാൻ ഒരു പരിപാടി ഒരു തീരുമാനമുണ്ട്. ബാക്കി എന്നിട്ട് ജേസനെ കൊടുക്കും. ജേസൻ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഗുമസ്തൻ 2 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളിപ്പോ മെയിൻലി നമ്മളോട് കൂടിയത്. ഇനി നമ്മുടെ സ്മിനു 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓൺലൈൻ സുഹൃത്തുക്കളോടാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ നടത്തുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. പലതും പ്രൊമോഷന് വേണ്ടി പറയുന്നതും അല്ലാതെയും എന്തൊക്കെയാണ് സത്യങ്ങളെന്നും മനസ്സിലാക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് അറിയാം, ഓരോ ആളുകളുടെ മനസ്സിൽ എന്താണ്, മുഖത്ത് എന്താണ് എല്ലാം. പക്ഷെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ എഫേർട്ടുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഒരാളുടെ വിഷനാണ്. ആ പേപ്പർ എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പേപ്പർ എടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുന്ന മുതൽ ആ സിനിമയുടെ പരിപാടി തുടങ്ങും. അത് തുടങ്ങി അത് എഴുതി ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം അത് കേട്ട് ഒരു നടന്റെ പുറകെ പോയി ഓടി നടന്ന് അയാളുടെ കുറെ കാര്യങ്ങൾ കേട്ട് പുറത്ത് നിന്ന് എന്താ പറയുക അവഗണിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ട് എല്ലാം പുറത്തു നിന്ന് എല്ലാ അവസാനം ഡേറ്റ് കിട്ടി നമ്മളൊരു സിനിമ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നന്നാവാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇത് ഈ പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ല, ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ തരണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം അത്രയും ഹൃദയത്തിൽ നിന്നുള്ള സിനിമയാണ്. നിങ്ങളാണെങ്കിലും കണ്ടതാണ്, ഇവിടെ മിക്ക ആളുകൾ കണ്ട സിനിമയാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പുറത്തേക്ക് എത്തിക്കുക. ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത തന്നെ ഈ പറയുന്ന രാജ്ബി ഷെട്ടി നമ്മളുടെ പടം എടുത്തു, സൗദ് ട്രൂത്ത് എടുത്തു എന്നുള്ളതാവണം. അത് ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. இந்த பூமியில் யாரும் அது மாற்ற மாட்டேன். ஓ 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 അത് നമ്മുടെ മ്യൂസിക്കും കൂടി വേണമല്ലേ എന്റെ വിക്ടറിനെ. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. വെറുതെ എന്തെങ്കിലും ചോദിക്കേ. അബുണ്ട്, നിർബന്ധിക്കണം. നീ മുടി സ്ട്രൈറ്റ് ചെയ്ത ഏത് ചാനലിന് അവര് വെട്ടി വെച്ചേക്കുന്നത് ഇവിടെ ലോക ചാനലിൽ ലോകം. അതിന് നീ ചോദിക്കും കോൺഫറൻസ് ചെയ്യാൻ കളഞ്ഞു ചോദിക്കും. സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ പ്രൊഡ്യൂസറെ കണ്ടെത്തിയത്, ഡയറക്ടറെ കണ്ടെത്തിയത്, ഇങ്ങനൊരു കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനായിട്ട് എന്റെ ഇപ്പോഴും ഇമേജ് മാറ്റിയെടുക്കാനുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിപ്പോയി ഗുമസ്തന്റെ വേണ്ടി. ഇമേജ് മാറ്റിയെടുക്കുക അങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് സുഗീതാണ് തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നരേൻ്റെ കൂടെയാണ്. അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും ഇപ്പോൾ ലൂസിഫറിനാണെങ്കിലും ഷൈലോക്കിലാണെങ്കിലും അല്ലെങ്കിൽ 2018 5 15 ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ദൈവം സഹായിച്ചെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുക എന്നുള്ളത് ഏത് നടന്നെയും ഒരു ആഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു കഥ കിട്ടിയപ്പോൾ അതെങ്ങനെയെങ്കിലും ദൈവമേ നടത്തി തരണേ എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു. എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടായി. അതാണ് ആദ്യമായിട്ട് കാര്യം പറയണതേ, സത്യം
പറഞ്ഞാൽ ജെയ്സ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നേ. ജെയ്സിന് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ, ജെയ്സ് ആദ്യമായിട്ട് ജെയ്സിന് വേണ്ടി ഇതിൽ ചെയ്തു. ജെയ്സ് എഫേർട്സ് എടുത്ത് ഉണ്ടാക്കിയ അമ്മാരി പ്രൊജക്ട് മലയാളത്തിലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നു ജെയ്സ് സ്വന്തമായിട്ടൊരു കാര്യം നോക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. വേറെ ആരും അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ 1-2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജെയ്സ് അല്ലായിരുന്നെങ്കിൽ ജെയ്സിനെ മാറ്റിയിട്ട് മറ്റു പല കാര്യങ്ങളാണെങ്കിൽ ഇതിലും പെട്ടെന്ന് ഈ പ്രൊജക്ട് നടക്കാവുന്ന സിറ്റുവേഷൻ ഈ പ്രൊജക്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവരവിടെ ഭയങ്കരമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സിനിമ ചെയ്തില്ല ചെയ്യുവാണെങ്കിൽ ഈ ക്യാരക്ടർ ജെയ്സ് ചെയ്യും. അതിന് അവർക്കൊരു കൈയടിയിട്ടാണ്. അതുകൊണ്ട് ജെയ്സ് എടുത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് മറ്റു പലരും പിന്നൊക്കെ മാറിപ്പോയതാണ്. അതോടെ നീണ്ടത് വേണ്ട. ജയ്സേട്ടാ, ഇപ്പം നമ്മൾ ഇതിനെ പറ്റി ഗുമസ്തനെ പറ്റി പറയുമ്പോൾ ഈ ജയ്സേട്ടൻ ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത നടൻ അല്ലെങ്കിൽ ഒരു മുൻനിര നായകന്മാരല്ലാത്തതുകൊണ്ട് ഈ പടത്തിൽ ഇപ്പൊ കയറുന്ന ആളുകളെ കൂടി കൂടുതൽ അല്ലെങ്കിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാതെ പോയത് അതുകൊണ്ട് ആണോ എന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾ വരാൻ അതന്നെ, ജനങ്ങൾ വരാതിരിക്കണത് മൂലം. അല്ല, അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിയുമ്പോ ആദ്യം നമ്മൾ നോക്കുക ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് സംവിധായകൻ, നടൻ എന്നൊക്കെ നോക്കിയിട്ടാണ്. ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യും, നമ്മളെല്ലാവരും. അപ്പൊ അത് ആരുടെയും കുഴപ്പമില്ല. ആളുകൾക്ക് സിനിമ തിരിച്ചറിയുന്ന ദിവസം അവർ എത്തിത്തുടങ്ങി. അതാണ് എന്റെ സത്യം. പക്ഷെ അങ്ങനെ പറയുന്നത് ഭയങ്കര നന്ദികേടായിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ പ്രേക്ഷകരോടുള്ള നന്ദികേടാ. കാരണം എന്നിട്ട് പോലും നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഉള്ള തിയേറ്ററിൽ നന്നായി വരുന്നു. ഇന്ന് ഓറഞ്ച് കത്തി എന്ന് പറയുന്ന ചില്ലറക്കാരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പ്രേക്ഷകരോടുള്ളൂ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു താരമല്ലാഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ പിന്നെ ഇവരെപ്പോലെ ഇത്രയും ആളുകൾ ഉള്ളതിന്റെ ഒരു പ്ലസിലും ആണ് അത് തുടങ്ങി. പക്ഷെ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തപ്പോൾ ഇന്ന് പല തിയേറ്ററും ഹൗസ്ഫുള്ളാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അത് ഇത് പറയുന്നതല്ലോ, സന്തോഷം കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ടിക്കറ്റ് കിട്ടാനില്ല, അടുത്ത സൈഡ് ഷോയ്ക്കാണെങ്കിലും ഫ്രണ്ടിലിരിക്കുന്നവരുടെ മെസ്സേജ് ഇപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി പോയി. കാരണം ഇതൊക്കെ ജനങ്ങൾ തരുന്ന സപ്പോർട്ടല്ലേ. എല്ലാം നന്ദി മാത്രം പറഞ്ഞു. അത്രേ ഉള്ളൂ. ജയചേട്ടൻ ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുന്നു പുറത്ത് പറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല നടന്മാരായിട്ട് എന്നെ പറഞ്ഞു തോന്നുന്നത് അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. ജോജി ചേട്ടന്റെ ഒരു ചെറിയൊരു സാധനം. അല്ലല്ല, അതൊക്കെ വലിയ അതൊരു അംഗീകാരമല്ലേ. അത് അത്രേ ഉള്ളൂ. എനിക്കതൊക്കെ അംഗീകാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഗുമസ്ത ട്യൂബിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കിയതിനു ശേഷം നമുക്ക് റെസ്പോൺസ് വരും. അതിന് രണ്ടാമത് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒന്നും റെസ്പോൺസിബിലിറ്റി കൂടുതൽ ചെയ്യും. കാരണം ആദ്യം ഉണ്ടാക്കിയ എഫക്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് അത് കൂടുതലായിരിക്കും പ്രഷർ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻ ഒക്കെ. പേടിയുണ്ട്? ഇല്ല, പേടിയില്ല. കാരണം എന്റെ കൂടെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. അത് അഭിനയിക്കുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പിന്നിലും മുന്നിൽ നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയമില്ല. പിന്നെ ജനങ്ങളെ അത് ഏറ്റെടുക്കുന്ന ധൈര്യത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആ ത്രെഡ് അത്രയും മനോഹരമാണ്. കാരണം ഇത് വന്നാലേ അത്രയും നല്ല സംഭവമാണ്. അതിന്റെ ധൈര്യം തന്നെയുള്ളൂ. എടാ, ആ മുടിയൊട്ടെ കടവ് പറഞ്ഞു എന്നിട്ട് ബാക്കി എന്തോ ചെയ്യുന്ന ഓരോ കഥാപാത്രം നമ്മൾ എടുക്കുന്ന റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കഥ കേട്ട സമയത്ത് ചേട്ടുന്നത് ഈ കഥാപാത്രത്തിലുള്ള പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ എലമെന്റ്സ് കത്തിക്കാണുന്നു. അപ്പം ചെയ്യുന്ന ഒരു കഥാപാത്രം നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും തോന്നിയിട്ടുണ്ട് ചെയ്യുന്ന കഥാപാത്രത്തിന് റിസൾട്ട് വരുന്നില്ലല്ലോ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഇല്ലടാ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നത്, പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജയ്സേട്ടൻ പറഞ്ഞത് ഇവന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല, ആദ്യം അതാ പറഞ്ഞടാ, ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസിക്ക് വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ
ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ തന്നെ പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ നീ പറഞ്ഞത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യമാണ്. ചോദ്യം കാരണം വെച്ചാൽ കുറച്ച് ചേട്ടൻ പറയുന്നത് എനിക്ക് തോന്നി. കാരണം ബാഡ് ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പലരും നല്ല സിനിമകൾ വർക്കൗട്ട് ആവുന്ന രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഒരു എഫേർട്ടിനെ മാനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു ഒരു കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഒരു ബ്രേക്കിംഗ് സ്പേസ് കൊടുക്കാൻ റിവ്യൂ വലിയൊരു വിഷയമായിരുന്നു. പറയുന്നത് ചേട്ടൻ എനിക്ക് തോന്നിയത് ഇല്ല, ഇപ്പൊ ബാംഗ്ലൂസിന്റെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ബുക്ക് മൈ ഷോയിലെ ഇന്നലായാലും ബുക്ക് മൈ ഷോയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓറഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. അതെന്തുകൊണ്ടാണ്? അത് അത്രയും പടങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അറിയാലോ, നമ്മൾ ഓൾറെഡി ഉള്ള സിനിമകൾ വളരെ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് 8 സിനിമയോളം വേറെ ഈ ആഴ്ച ഇറങ്ങുകയും റിലീസ് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് അപ്പോൾ ഉള്ള സ്പേസ് എല്ലാവരും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ട് അതില്. അതായത് ഈ പറഞ്ഞ പോലെ അത്രയും 2 പടങ്ങൾ ഗംഭീരോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം 8 പടങ്ങളോടൊപ്പം നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഉള്ള ഷോസ് ആണ് ഞാൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട്. ആശീർവാദിൽ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് കൂടിയിട്ടുണ്ട്. ഇനി ഈ ആഴ്ച ഇനിയും കൂടും. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത്. വേറെ ആരില്ലേ? മുടി സ്ട്രേറ്റ് ചെയ്യാൻ ആരുമില്ല? ചോദിക്കാം. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് വലിയ താരവാല്യം ഒന്നെങ്കിലും നല്ല കഥകളൊക്കെയാണ്, നല്ല കണ്ടന്റ് ഉണ്ടാവും. കുറെ ഒരു സിനിമ മേക്ക് ചെയ്യാൻ മാത്രമല്ല, അതിന്റെ സെല്ലിങ്ങും ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ അതൊരു സിനിമ ഇറങ്ങിയാൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഇത് തിയേറ്ററിൽ കാണുന്നതല്ല. നല്ല റിവ്യൂസ് ആ സമയത്തേക്ക് വരുന്ന സമയത്ത് ബിസിനസ്സുകൾ നടക്കുക എല്ലാം കഴിഞ്ഞിട്ടറിയും പിന്നീട് അതിന് ബിസിനസിന്റെ ഓപ്ഷൻ പോലും വരും. ചേട്ടൻ മുമ്പ് പറഞ്ഞ പോയിന്റ് ഞാൻ ചോദിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കട ഒരുപാട് കാശ് മുടക്കിയല്ലോ, ഒരുപാട് കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾ പോലും നല്ല റെസ്പോൺസ് അല്ല, അല്ലെങ്കിൽ ഇച്ചിരി മേക്കിംഗ് ഉണ്ടാക്കാൻ നല്ല കണ്ടന്റ് ഉണ്ടാവുമായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചർച്ചകൾ വരാറുണ്ട്. ഇന്ന് ഗുമസ്തം പോലെ അല്ലെങ്കിൽ പഴഞ്ഞ പ്രണയം പോലെ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു മാർക്കറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നുണ്ടോ? മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബ്ദു ഈ പടം നിന്ന പോലെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പൊ എല്ലാ കുറ്റപ്പടങ്ങളൊപ്പം നിൽക്കണമെന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് ഗുമസ്താന്റെ ശരിക്കും ആയത്. ഇന്ന് മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ലെങ്കിൽ, ഇന്നലെ മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തോടുകൂടി അതിന്റെ അതൊന്ന് എരിഞ്ഞാകും. അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ അടുത്ത ആഴ്ചത്തോട്ട് പോലുള്ള ബ്രേക്കിംഗ് സ്പേസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള നമ്മുടെ തിയേറ്ററിലെ റിപ്പോർട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് കയറുക. അപ്പൊ പഞ്ചപ്രണയത്തിൽ നമ്മൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ കയറി പിന്നെ അങ്ങോട്ട് പിന്നെ അവിടുന്ന് സെന്റേഴ്സ് കുറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ആഴ്ച നമുക്ക് തമിഴ് പടമുണ്ട്, തെലുങ്ക് പടമുണ്ട്, മലയാളം പടമുണ്ട്. ഇതിനിടയിൽ നിൽക്കണ്ടേ? അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വൈകുന്നേരമുള്ള ഷോയ്ക്ക് ആണ് കാരണം ചില നമുക്ക് പലയിടത്തും സെക്കൻഡ് ഷോസ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഷോസ് ആഡ് ചെയ്ത് തുടങ്ങി. ചെറിയ പടങ്ങൾക്ക് എപ്പോഴും അതിന്റെ പരിമിതമായ സ്പേസ് കിട്ടുള്ളൂ. പിന്നെ തിയേറ്റേഴ്സ് പണ്ടത്തെ പോലെ അവരും കൂടുതൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. നമ്മളത് പറഞ്ഞാൽ മാത്രമല്ല, അവർ സ്വന്തമാരെപ്പോഴും ഒരു പടം എത്ര പഴഞ്ചപ്പണെ ഇവിടുത്തെ എക്സിബിറ്ററിൽ ഒരാൾ വിളിച്ച് പറഞ്ഞാണ് അല്ലെങ്കിൽ കണ്ടപ്പോൾ നല്ല പടമുണ്ട് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്ത് നമുക്കൊരു പരിധിയുണ്ട്. അതൊക്കെ ഈ പരിമിതിയുണ്ട്. താരവാല്യാണോ സ്റ്റാർ വാല്യാണോ? ഞാൻ എന്ത് പ്രശ്നം എനിക്കിപ്പോ സ്റ്റാർ വാല്യുള്ള ഒരാളായിട്ട് ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല. നല്ല സിനിമകളുടെ അളവ് മാത്രം നോക്കുന്നു. പഞ്ചപ്പണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അവരുടെ സിനിമയാണെങ്കിൽ ടൂസിന് നല്ല പ്രിയപ്പെട്ട സിനിമയാണ്. കൂടുതൽ ഞാൻ നവാസുകാരോട് ഞാൻ വർക്ക് ചെയ്ത് നമുക്ക് പേര് കിട്ടിയിട്ടുള്ളത്. മത്സരിക്കാൻ താരവാല്യൂ വേണ്ടല്ലോടാ. ഞങ്ങള് ദേവര NTR ഒക്കെ ആയിട്ടാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. ഗുമസ്തന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ട് മോശം അനുഭവം നേരിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിരുന്നു. എന്നാ ഒന്ന് വിശദീകരിക്കാൻ സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം അത്
എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും, കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറെ ഇത് പറയും, പിന്നെ അതിന്റെ പുറകിൽ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ കുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾ അത് വിട്ടുകളയും. ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യം ഒരു വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറെ ചീത്തകളെ മേടിച്ചൊന്നും കാര്യമില്ല. അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാൻ, അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി, ഇത് വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു എല്ലാം തുടക്കം ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ്. ആ സ്ഥലത്ത് നിന്നാണ് നേരിടേണ്ടി വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം. കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു. സത്യമായിട്ട് അത് വഷളാക്കണ്ടടാ, അത് അതുകൊണ്ട് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കിയാണ്. ഈസി ആയിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ പടം എല്ലാവരും അതെ. അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചതാണ്. അപ്പൊ ബിബിൻ തന്നെയാണ് തീരുമാനം എടുത്തത് അത് പുറത്ത് വിടണ്ട. കാരണം ഞാൻ എല്ലാ സിനിമകൾക്ക് ഞാൻ കോളേജ് പ്രൊമോഷൻ പോകണം, എത്രയോ കോളേജിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അതിന്റെ സംഭവം ഉണ്ടായത്. പക്ഷെ അത് അതിന്റെ കഴിഞ്ഞു. താങ്ക് യു. ആ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം. അറിഞ്ഞിട്ടോ കുറച്ച് പ്രാവശ്യം അറിഞ്ഞിട്ടാ ഈ പടത്തിന് അവസാനം വരുന്ന സമയത്ത് ഇപ്പൊ ഒരു സീക്വലിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഈ സമയത്ത് ഞാൻ ഇപ്പം തിയേറ്ററിൽ കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലേക്ക് മാത്രമായിരിക്കും ചേട്ടൻ കൊണ്ടുവന്ന തന്നെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പക്ഷേ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോഴാണ് ജെയ്സ് പറയുന്നത് സംഭവം നന്നായി വന്നിട്ടുണ്ട്, ഒരു സാധ്യത ഉണ്ട്. അപ്പം ഞാൻ ശരി 2 ഷോട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചില്ലേ? അല്ല അത് ഓൾറെഡി അങ്ങനെ പറഞ്ഞില്ലേ സെക്കൻഡ് പാർട്ടിലേക്ക് ആയിരിക്കും ഇത് വരുന്നത്? ആദ്യം അത് ശരി, ആദ്യമേ സിംഗിൾ ആയിട്ടുള്ള പടം അതാ ഞാൻ പറഞ്ഞത്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോൾ ജെയ്സ് ഇതൊന്ന് ഹിന്റ് ചെയ്തു. പക്ഷെ പടം റിലീസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം യെസ് എന്നുള്ളത്. പടം കണ്ടപ്പോ എന്റെ അടുത്ത് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു ഇതുപോലെ സെക്കൻഡ് പാർട്ട് വേണം. കുറച്ച് മീഡിയക്കാർ വന്നപ്പോൾ അവരെന്നെ വന്ന് പറഞ്ഞു. അത് പോയി സർപ്രൈസിങ് ആയിരുന്നു. നമ്മളൊരു ഹിന്റ് പടം കാണുന്നവർക്ക് അറിയാം പോസിബിലിറ്റി. പക്ഷെ അങ്ങനെ പലരും പറഞ്ഞു. ഇതിന് മുമ്പ് എന്റെ പടം കണ്ടവരും പറഞ്ഞു, ചോദ്യം ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പൊ ഞാൻ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ തിയേറ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വന്നപ്പോൾ കേട്ടൊരു ഷോപ്പ് അതിന്റെ പുറത്ത് എല്ലാവരും അത്രയും സന്തോഷത്തിലാണ്. നമ്മുടെ ഫാമിലി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടും കൂടി തന്നെയാണ് നമ്മൾ അതിന്റെ ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചത്. ബാക്കി ഡയലോഗ് കുറെ പറഞ്ഞോണ്ടിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് സിനിമയിൽ കുറച്ച് സിനിമ കണ്ടോ? എന്റെ കാര്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, മനസ്സിലായോ? ഓരോ ആഴ്ചയും സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി കണ്ടിട്ട് നമ്മൾ പറയാം. അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ ഇതിന് ഉത്തരം തരാം. ഓക്കെ? ചേച്ചിന്റെ അഭിനയം നന്നായിട്ടുണ്ട് ചേച്ചി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി. ഞാൻ കണ്ട പടം. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ട്?
ഓ ഒരു എഴുത്തുകാരന്റെ ലോകം ഒരിക്കലും ഇല്ല. അതോ ഏത് അത് അമ്മല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നു മോനെ. ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയിക്കൊന്നുമില്ല. ഞാൻ എത്തിയില്ല. ഇതൊരു ഭാഗ്യമാണ്. എന്തോ എല്ലാരും എന്റെ ഇങ്ങോട്ടല്ലേ? അതെയാണ് ഒറ്റയ്ക്ക് ആർക്കും വഴി വെട്ടാൻ പറ്റില്ല. സൈഡിലാണ് ചേച്ചി അതിന്റെ കൂടെയുള്ളതെല്ലാം കൂടെ ചേർത്ത് കളിക്കണം. ഒറ്റയ്ക്ക് വഴി വെട്ടി അടുത്ത ചോദ്യം മക്കളെ ചോദ്യങ്ങൾ എല്ലാരും പോയി സിനിമ കാണുക. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു? നിങ്ങള് ക്യാമറയും കൊണ്ട് വന്നവരല്ലേ? കൈ വയ്ക്കുക. കൃത്യമായിട്ട് ഉത്തരം തരും. ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ മുക്കും മൂലയും പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വരാതിരിക്കുക. 15 ചോദ്യം ചോദിച്ചാൽ അവൻ പടം കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങള് ആ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ ഒരു നീതി പുലർത്തുക. ഓക്കെ, ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക. താങ്ക് യു സർ. അതായത് ശരിക്കും പറഞ്ഞാൽ കഴിവുകൾ ഒത്തിരി പേര് പുറത്തുണ്ട്. ഒരു പ്ലാറ്റ്ഫോം ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ പല ഒരു പ്രൊജക്ട് റെഡി അതെ അതെ കൈനീറ്റൂരിന്റെ അത് ഏത് മാസമാണെന്ന് അറിയില്ല. കാരണം കൂലിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം. അതിന്റെ ഡീറ്റെയിൽസ് കൂലി കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഫിലിമെല്ലാം റെഡിയാണ്. അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ശേഷം കണക്ട് ചെയ്താണ്. നീ കൈനീട്ട് മാത്രം അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എന്റെ ഉള്ളിലെ ക്രിമിനലിസം മുഴുവൻ ഞാൻ പേപ്പറിലേക്ക് പകർത്തി എന്നുള്ളതാണ്. അപ്പൊ താങ്ക് യു.